Good morning. Welcome back to your online classroom. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മാച്ച് ബോക്സ് ആശപൂർണ ദേവി എഴുതിയിട്ടുള്ള മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. ഇതിന്റെ ഫസ്റ്റ് പേജ് വി ഹാവ് ഡിസ്കസ്ഡ് ദ ഫസ്റ്റ് പേജ് ഓഫ് ദ സ്റ്റോറി ആൻഡ് ജസ്റ്റ് റിമെമ്പർ ദ സിറ്റുവേഷൻ, ജസ്റ്റ് റിമെമ്പർ ദ സ്റ്റോറി. ഒരു വാഷർമാൻ വന്നിട്ട് വീടിന് മുന്നിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ നൊമിത ഷി വാസ് ചെക്കിംഗ് ദ ഡ്രസ്സസ് കൊടുക്കുന്നതിന് മുമ്പ്, വാഷ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പ് അത് എന്തെങ്കിലും അതിന്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്താണ് നൊമിതയുടെ മദർ സെൻഡ് ചെയ്തിട്ടുള്ള ഒരു എൻവലപ്പ് നൊമിതയുടെ കയ്യിൽ കിട്ടുന്നത്. അജിത്തിന്റെ പോക്കറ്റിൽ നിന്നാണ്, ഡ്രസ്സിന്റെ പോക്കറ്റിൽ നിന്നാണ് അത് കിട്ടുന്നത്. അപ്പോ അതിന്റെ ഡേറ്റ് ഒക്കെ നോക്കി ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് വന്നതാണ്. അത് ഇന്നേ വരെ നൊമിതയുടെ കയ്യിൽ കൊടുത്തിട്ടില്ല, നമ്മുടെ അജിത്ത് കൊടുത്തിട്ടില്ല എന്നുള്ള സിറ്റുവേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ്സ് കണ്ടിന്യൂ ഫ്രം ദ നെക്സ്റ്റ് പേജ്. അജിത്'s nature is exactly like that. അപ്പൊ അജിത്തിന്റെ സ്വഭാവം, അജിത്തിന്റെ ക്യാരക്ടർ പറയാണ് അജിത്'s nature is exactly like that. അജിത്തിന്റെ നേച്ചർ, സ്വഭാവം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. അതായത് ഇത് വല്ലപ്പോഴും ഉണ്ടാവുന്ന സംഭവമല്ല. somehow he has gained possession of the key to the letter box, fishing it through the gaps among the 52 hands of this joint family. അപ്പൊ ഈ ലെറ്റർ അയാൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വീടിന്റെ ലെറ്റർ ബോക്സിന്റെ കീ അയാളുടെ കയ്യിൽ എത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള വീടാണ്. ഫിഷിംഗ് എമംഗ് 56 ഹാൻഡ്സ് എന്ന് പറയുന്നത്, അതായത് 52 ഹാൻഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോ ഓൾ ടുഗദർ ദർ ആർ 26 മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം 26 + 26 52 ഹാൻഡ്സ് ആണ് വരുന്നത്. അപ്പൊ അവിടെ 26 മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് ഒരു ഐഡിയയിലൂടെ നമ്മുടെ ഓഥർ കൺവേ ചെയ്യാണ്. And whenever there is a letter with Nomida's name on the envelope, he opens and read it first, and only then does he give to her. It's possible that oftentimes he doesn't give it to her at all. അപ്പോ എപ്പോഴെങ്കിലും നമിതയുടെ പേരിൽ ഒരു ലെറ്റർ വരികയാണ് എന്നുണ്ടെങ്കിൽ, if there is a letter with Nomida's name on it, ആ ലെറ്റർ നമിതയുടെ പേര് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അജിത്ത് എപ്പോഴും അത് എടുത്തിട്ട് പൊട്ടിച്ചു വായിക്കും. എന്നിട്ട് ചില സമയത്ത് അത് കൊടുക്കാറ് പോലും ഇല്ല, അതല്ലെങ്കിൽ വായിച്ച് അത് എവിടെയെങ്കിലും കളയും, അതല്ലെങ്കിൽ ഒരിക്കലും നമിതയുടെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അറിയിക്കുന്ന ഒരു സ്വഭാവം പോലും അജിത്തിന് ഇല്ല. At least that's the suspicion that has taken deep root in Nomida's mind. അപ്പോ വല്ലപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഈ ലെറ്റർ ഒന്നും കിട്ടാതെ ആവുമ്പോൾ നമിതയുടെ മനസ്സിൽ ഒരു സസ്പീഷൻ മീൻസ് ഡൗട്ട്, ഒരു സംശയം, ഹസ്ബൻഡ് എന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംശയം വന്നിട്ടുണ്ട്. Even though in this day Ajit cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicion. അപ്പൊ ഇത്രയും കാലം അജിത്ത് ഇങ്ങനെ ഓരോ ലെറ്റേഴ്സും പൊട്ടിച്ചു വായിക്കും, ചിലപ്പോ നമിതയ്ക്ക് കൊടുക്കില്ല. അപ്പോ ആ പൊട്ടിച്ചു വായിക്കുന്നത് ഒരു സംശയത്തിന്റെ ഒരു കാരണം, ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പോ ഒരിക്കൽ പോലും ആ ലെറ്റേഴ്സ് പൊട്ടിച്ചു വായിച്ചിട്ടും നമിതയുടെ പേരിൽ ഒരു സംശയം പോലും സത്യമായിട്ട് കാണിക്കാൻ, അല്ലെങ്കിൽ സംശയം ഉള്ളതായിട്ട്, ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ലെറ്റർ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ നമ്മുടെ അജിത്തിന് ഒരിക്കലും സാധിച്ചിട്ടില്ല. സ്റ്റിൽ ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് ദിസ് വോണ്ട് ഗോ. എന്നിട്ടും അവന്റെ അല്ലെങ്കിൽ അജിത്തിന്റെ ആ ഒരു സ്വഭാവം മാറുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഇത് മാറ്റിയിട്ടില്ല, ഇത് മാറിപ്പോകുന്നില്ല. എപ്പോഴും എല്ലാ ലെറ്റേഴ്സും പൊട്ടിക്കും, വായിക്കും, എന്നിട്ട് വല്ലപ്പോഴും മാത്രമേ നമിതയ്ക്ക് കൊടുക്കുകയുള്ളൂ. Not with Nomida's anger, not with her taking offense, not with bitter reproaches, her trying to shame him, sarcasm, not with anything. അപ്പൊ ഒരിക്കലും ഈ ഒരു സ്വഭാവം മാറ്റാൻ അജിത്ത് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ നമിത ഈ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ, ഈ ചെയ്യുന്ന കാര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങളാണ് പറയുന്നത്. നമിതാസ് ആങ്കർ, ചിലപ്പോ എന്ത് ചെയ്യും, നമിത ദേഷ്യപ്പെടും, ഈ ലെറ്റർ വായിക്കുന്ന സ്വഭാവത്തെ കുറിച്ച് ദേഷ്യപ്പെടും. നോട്ട് വിത്ത് ഹിസ് ടേക്കിംഗ് ഒഫൻസ്, ചിലപ്പോ എന്ത് ചെയ്യും, കുറ്റപ്പെടുത്തും. അജിത്തിനെ ഈ വായിക്കുന്നത്, ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തും. നോട്ട് വിത്ത് ഹെർ ബെറ്റർ റിപ്രോച്ചസ്, ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും ട്രൈങ് ടു ഷെയിം ഹിം, ചിലപ്പോൾ മോശമായ രീതിയിൽ സംസാരിക്കും. സർക്കാസം, ചിലപ്പോൾ കളിയാക്കിക്കൊണ്ട് സംസാരിക്കും. നോട്ട് വിത്ത് എനിത്തിങ്, ഒന്നുകൊണ്ടും അജിത്തിന്റെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റവും വരുത്താൻ സാധിച്ചിട്ടില്ല. If she mentions it
First, he tries to laugh it away. അപ്പോൾ നമിത എപ്പോഴെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്, ലെറ്റർ പൊട്ടിക്കുന്ന കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ he tries to laugh away. എന്ത് ചെയ്യും? അയാൾ ഒന്ന് ലാഫ് ചെയ്തിട്ട് ഒന്ന് ചിരിച്ചു തള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. And if laughter doesn't get him out of deep water, he scolds her. ഇനി അതല്ല, ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അല്ലെങ്കിൽ ചിരിച്ച് പുച്ഛിച്ച് തള്ളാന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴൊന്നും ഇത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, നൊമിത ഈ പറയുന്നത് നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അജിത്ത് എന്ത് ചെയ്യും? സ്കോൾസ് ഹർ. നൊമിതയെ അജിത്ത് എന്ത് ചെയ്യും? ചീത്ത പറഞ്ഞിട്ട് ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. He sits perfectly still for a minute and reads the letter through. അപ്പൊ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട്, ഇതൊക്കെ നൊമിത എന്ന മനസ്സിൽ ആലോചിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നു? He sits perfectly and tries to read the letter. അവള് ഒരു ഭാഗത്ത് ഇരുന്നുകൊണ്ട് ഈ ലെറ്റർ വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്താണ് ആ ലെറ്ററിന്റെ ഉള്ളടക്കം? അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഈ ലെറ്റർ എന്തുകൊണ്ടാണ് അജിത്ത് മറച്ചു വെക്കുന്നത്, ഹൈഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അത് ട്വിസ്റ്റ് ചെയ്ത് ക്രംബിൾ ചെയ്ത് പോക്കറ്റിൽ വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ആ ലെറ്റർ എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. It's her standard speech. It's nothing much. A letter from Nomida's mother. അത് മറ്റൊന്നുമല്ല, നൊമിതയുടെ മദറിന്റെ അടുത്ത് നിന്നുള്ള ഒരു ലെറ്റർ ആണ്. It's her standard speech. അതെന്താണ്? മദറിന്റെ അല്ലെങ്കിൽ അമ്മയുടെ പതിവ് പോലെയുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ ലെറ്ററിലുള്ളത്. It's her standard speech. The good woman has once again placed on the records the news of her various hardships and complaints getting worse, misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls through in all ceaseless streams. അപ്പോ ഇതിൽ പറയുന്നത്, ഈ ലെറ്ററിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് നൊമിതയുടെ അമ്മയുടെ ലെറ്റർ ആണ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ലെറ്ററിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? സ്റ്റാൻഡേർഡ് സ്പീച്ച് ആണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ ലെറ്ററിൽ പറയുന്നത്. എന്തൊക്കെയാണ്? The woman has once again placed again on the records of the news of her various hardships. അപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത് അമ്മ? ആ അമ്മയുടെ ഹാർഡ്ഷിപ്സ്, കഷ്ടപ്പാടുകളെ കുറിച്ച്, ആൻഡ് കംപ്ലൈന്റ്സ് ഗെറ്റിംഗ് വേഴ്സ്. പരാതികളാണ്. എന്തിന്റെ പരാതികളാണ്? സ്ഥിതിഗതികൾ വഷളാവുന്നതിന്റെ അല്ലെങ്കിൽ മോശമാവുന്നതിന്റെ കംപ്ലൈന്റ്സ് ആണ് ആ ലെറ്ററിൽ പറയുന്നത്. മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ. ദ സീലിംഗ് ഓഫ് ഹെർ റൂം ഈസ് ക്രാക്ഡ്. എന്ത് സംഭവിച്ചിട്ടുണ്ട്? her mother's room, the ceiling of her mother's room is cracked. അതില് സീലിംഗ് പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മുകൾ ഭാഗം, വീടിന്റെ റൂമിന്റെ മുകൾ ഭാഗം പൊട്ടിയിട്ടുണ്ട്. And the rain water is falling through in ceaseless streams. അതിലേക്ക് റെയിൻ വാട്ടർ എന്ത് സംഭവിക്കുന്നുണ്ട്? സീസ്ലെസ് സ്ട്രീംസ് ആയിട്ട്, അതായത് ഒരു പരിധിയില്ലാതെ ഒഴുകി വരുന്നുണ്ട് വീടിനകത്തേക്ക് വെള്ളം. ദാറ്റ്സ് നോട്ട് ഇമ്മീഡിയറ്റ്ലി, ഇഫ് ദാറ്റ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റെമഡീഡ്, അത് പെട്ടെന്ന് തന്നെ ശരിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ she will have to die crushed under the weight of a collapsed roof. അമ്മയ്ക്ക് എന്ത് സംഭവിക്കും? ആ വീട് പൊളിഞ്ഞു ചാടിയിട്ട് അല്ലെങ്കിൽ തകർന്ന് വീണിട്ട് അതിനടിയിൽ പെട്ടിട്ട് അമ്മ മരിച്ചു പോകും എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടോ ലെറ്റർ? ഇല്ല. Of course, she does not dread that eventually her daughter is a queen, her son-in-law is high-minded, large-hearted, therefore, etc., etc. അപ്പൊ അമ്മ പറയാണ്, അമ്മയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അമ്മക്ക് മരിക്കാൻ അങ്ങനെ പേടിയൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തുകൂടി പരിഗണിക്കണം? തന്റെ മകൾ എന്താണ്? ഒരു രാജകുമാരിയാണ്. അതുപോലെ തന്നെ തന്റെ സൺ ഇൻ ലോ, തന്റെ മരുമകൻ എന്താണ്? ഒരു വിശാല ഹൃദയനാണ്, കൈൻഡ് ഹേർട്ടഡ് ആണ്, കൈൻഡ് മൈൻഡഡ് ആണ്, ലാർജ് ഹേർട്ടഡ് ആണ്, വിശാല ഹൃദയമുള്ള ആളാണ്. അപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോ തന്റെ അമ്മ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് മോശമല്ലേ എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. An indigent widow without husband or son, she was successful in consigning her daughter to a wealthy family's house on the strength of looks alone. അപ്പോ ഇനി ആ അമ്മയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ലെറ്റർ അവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് എന്താ പറയാ, അമ്മയുടെ ക്യാരക്ടർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് അമ്മയുടെ സ്വഭാവം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പാസേജ് ആണ്. ഇൻഡിജന്റ് വിഡോ, ഇൻഡിജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി പുവർ, വളരെ പാവപ്പെട്ട ഒരു വിഡോ ആണ്. വിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധവയാണ്. വിത്തൗട്ട് ഹസ്ബൻഡ് ഓർ സൺ, ഒരു ഹസ്ബൻഡോ അതല്ലെങ്കിൽ സൺ മകനോ ഇല്ല. She was successful in consigning her daughter to a wealthy family's house on the strength of looks alone. അപ്പോ ഈ മദർ ഒരു കാര്യത്തിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. എന്ത് കാര്യത്തിലാണ്?
in consigning her daughter to a wealthy family's house. കൺസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡിങ് അതല്ലെങ്കിൽ മാരിയിങ്. അപ്പൊ ഈ മകളെ, ഹെർ ഡോക്ടർ, അവളുടെ മകളെ ഒരു വെൽത്തി ഫാമിലിയിലേക്ക് പറഞ്ഞേക്കാന് ഈ സ്ത്രീക്ക്, ഈ അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്തിന്റെ ബേസിസിലാ, എന്തിന്റെ സ്ട്രെങ്തിലാ, എന്ത് കഴിവിലാ? ഓൺ ദ സ്ട്രെങ്സ് ഓഫ് ലുക്സ് അലോൺ, ഇല്ലേ? ആ മകളുടെ ലുക്ക് അതല്ലെങ്കിൽ അവളുടെ ബ്യൂട്ടി കൊണ്ട് മാത്രമാണ് എന്ത് സാധിച്ചത്? നല്ല വെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക് അവളെ സെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. But the good lady has never stopped taking credit at the slightest opportunity. പക്ഷേ ഈ ഒരു സമ്പന്നമായ കുടുംബത്തിലേക്ക് അവളെ പറഞ്ഞയച്ചുവെങ്കിലും ഈ അമ്മ ഒരിക്കലും ഈ ഒരു അവസരം മുതലെടുക്കുന്നതിൽ ആ അമ്മ ഒരിക്കലും നിർത്തിയിരുന്നില്ല. അതായത് ഒരു ചെറിയൊരു അവസരം, സ്ലൈറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ചെറിയൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അമ്മ ഈ ഒരു സമ്പന്നമായ കുടുംബത്തെ എങ്ങനെയെങ്കിലും മുതലെടുക്കും. Opportunity for her skill in the matter and she's been finding much opportunities all along. അപ്പൊ അതില് അമ്മയ്ക്ക് നല്ലൊരു കഴിവുണ്ട്. ചെറിയൊരു അവസരം കിട്ടുമ്പോഴേക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് മുതലെടുക്കുക എന്നുള്ള ഒരു നല്ലൊരു കഴിവുണ്ട്. അത് മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നോക്കി നടക്കുകയാണ് അമ്മ. എന്തെങ്കിലും പറഞ്ഞിട്ട് ക്യാഷ് ചോദിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അവസരം നോക്കി നടക്കുകയാണ് അമ്മ. നമ്മള് ഫിലിംസിലോ അതല്ലെങ്കിൽ സീരിയൽസിലോ ഒക്കെ കാണുന്ന പോലെ തന്നെ ഒരു ക്യാരക്ടറാണ് ഇതിൽ ഈ നമിതയുടെ അമ്മ. അങ്ങനെയാണ് എന്നാണ് ഇതിൽ നമ്മുടെ ഓഥർ പറയുന്നത്. Whenever Ajit sees a new letter from Namida's mother, he smiles derisively and says, "Why bother to read that? I'll go and fill out a money order form." അപ്പോ നമിതയുടെ അമ്മയുടെ ക്യാരക്ടർ അവിടെ എൻഡ് ചെയ്തു. നെക്സ്റ്റ് പാസേജിൽ പറയുന്നത്, അജിത്ത് എപ്പോഴെങ്കിലും അമ്മയുടെ ലെറ്റർ കാണുകയാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അമ്മയുടെ ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് അജിത്ത് അറിയുകയാണ് എന്നുണ്ടെങ്കിൽ അജിത്ത് എന്ത് ചെയ്യും? He smiles derisively and says, അതായത് അജിത്ത് ഡെറിസീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടംസ്ലി അതല്ലെങ്കിൽ പരിഹാസത്തോടെ, പുച്ഛത്തോടെ എന്ത് ചെയ്യും? ചിരിച്ചുകൊണ്ട് ഒരു കാര്യം പറയും. എന്താ പറയാ അജിത്ത്? Why bother to read that? എന്തിനാ അത് ഇങ്ങനെ വായിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ വായിക്കാൻ നോക്കുന്നത്? I'll go and fill out a money order form. ഞാൻ എന്ത് ചെയ്യാം? ഞാൻ പോയിട്ട് ഒരു മണി ഓർഡർ ഫോം, മണി സെൻഡ് ചെയ്യാനുള്ള, ക്യാഷ് സെൻഡ് ചെയ്യാനുള്ള ഒരു ഫോം ഞാൻ ഫില്ല് ചെയ്യാം. അതാ നല്ലത്. ആ ലെറ്റർ വായിക്കേണ്ട ആവശ്യമില്ല. അതിലെ കണ്ടന്റ്സ് എന്താണ് എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പുച്ഛത്തോടെയാണ് അജിത്ത് നമിതയുടെ മദറിന്റെ ലെറ്റർ വന്നു കഴിഞ്ഞാൽ സ്വഭാവം അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കാറുള്ളത്. അപ്പൊ ഇത്രയാണ് ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സീ യു അഗെയിൻ. ബൈ.